Hello guys, it's that girl from Koni. Welcome to the very first episode on our YouTube channel. നമുക്കൊരു ചെറിയൊരു സെൽഫ് ഇൻട്രോയിൽ നിന്ന് തുടങ്ങിയാലോ? നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം കണ്ടില്ലേ? അത് തന്നെയാണ് ഞാൻ, എ ഗേൾ ഫ്രം കോന്നി. പത്തനംതിട്ട ജില്ലയിലെ വളരെ മനോഹരമായ ഒരു ടൗണാണ് കോന്നി. ഞാനൊരു കോന്നിക്കാരിയാണ്. 2012 ഞാൻ കാനഡയിലേക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു. ഇപ്പം ഞാൻ കറൻ്റ്ലി ഉള്ളത് ആൽബർട്ട പ്രൊവിൻസിലെ എഡ്മണ്ടൺ എന്ന സ്ഥലത്താണ്. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ എഡ്മണ്ടണിൽ ഫസ്റ്റ് പോയ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് ആയാലോ. അപ്പോൾ ആ ആൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പോവാം. ഇത് സേവ് ഓൺ ഫുഡ് സ്റ്റോർ, നമ്മുടെ വീടിനടുത്തുള്ളൊരു ഗ്രോസറി ഷോപ്പാണ്. ഇവിടെ ഡയറി, സീ ഫുഡ്, ബേക്കറി, മീറ്റ്, ഫ്രോസൺ ഐറ്റംസ്, അങ്ങനെ എല്ലാ പർച്ചേസ് ചെയ്യാൻ നമ്മൾ മോസ്റ്റ്ലി വരാറുള്ളത് ഇവിടെയാണ്. പേര് മാത്രമേ ഉള്ളൂ കേട്ടോ സേവ് ഓൺ ഫുഡ്സ്. അത്ര വലിയ സേവിംഗ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഈ ബൾക്കായിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം LB പൗണ്ട് കണക്കിനാണ്, അല്ല നമ്മളുടെ KG അല്ല. മോസ്റ്റ്ലി എല്ലാം പെർ പൗണ്ട് പ്രൈസ് ആയിരിക്കും അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ഇട്ടുകൊണ്ട് നമ്മളുടെ ഇങ്ങനത്തെ സ്റ്റോറിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടും. ഒരുപാട് പേര് പറയാം നമ്മുടെ ഡ്രസ്സ് നല്ല രസമുണ്ട്, നല്ല കളർഫുൾ ആണ്, നല്ല ഇന്ത്യൻ സൂട്ടാന്നൊക്കെ പറയാറ്. അങ്ങനെ കോംപ്ലിമെന്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയെങ്കിലും ഇന്ന് എന്നെ ആരും മൈൻഡ് ചെയ്തില്ല, ആരും എനിക്കൊരു കോംപ്ലിമെന്റും തന്നില്ല. പോട്ടെ. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ്. ക്യാഷ്യർ ത്രൂ ചെക്കൗട്ട് ചെയ്യാം, ഇല്ല നമുക്ക് സെൽഫ് ചെക്കൗട്ടും ചെയ്യാം. ഞങ്ങൾ ഇന്ന് സെൽഫ് ചെക്കൗട്ട് ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് പർച്ചേസ് ഇല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് ചെക്കൗട്ട് ഭയങ്കര എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ലുലുവിലൊക്കെ സെൽഫ് ചെക്കൗട്ട് വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഉറപ്പില്ല. ബാർകോഡുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് ചെക്കൗട്ട് ചെയ്യാം. ലൂസായിട്ട് ബൾക്കായിട്ട് നമ്മൾ മേടിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെ ഒരു കവറിലിട്ടിട്ട് നമുക്ക് ഈ POS മെഷീനിൽ നമ്മൾ എന്താണോ ഐറ്റം അതിനൊരു PLU നമ്പർ ഉണ്ട് ഈ പ്രൊഡക്റ്റിന്. ആ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേര് വെച്ച് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വേ ചെയ്യും. എന്നിട്ട് അതിൽ മെഷീനിൽ തന്നെ വേ ചെയ്തിട്ട് അതിൽ പ്രൈസ് കാണിക്കും. അത്രയേ ഉള്ളൂ. നമ്മൾ എന്നിട്ട് നമ്മളുടെ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ക്യാഷ് ഓർ ക്രെഡിറ്റ് കാർഡ്, ഗിഫ്റ്റ് കാർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ സെൽഫ് ചെക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ റെസീറ്റൊക്കെ വന്നതെടുത്ത് പുറത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങുന്നു, നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇത് മഹാഗണപതി ടെമ്പിൾ എഡ്മണ്ടൺ. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും PR-ൻ്റെ ടെൻഷനുകളും അതുപോലെ തന്നെ കനേഡിയൻ കൾച്ചറൽ ഷോക്കും എല്ലാം ഉള്ള ടൈമിൽ ഒരു പോസിറ്റിവിറ്റി തന്ന ഒരു പ്ലേസ് തന്നെയാണിത്. ഈ ടെമ്പിൾ ഓൺഡ് ആൻഡ് റൺ ബൈ ശ്രീലങ്കൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധന രീതികളാണ്. പക്ഷെ നമ്മൾ നാട്ടിലെ ആരാധന രീതികളുമായിട്ടൊക്കെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഇവിടുത്തെ ഉത്സവം നോർമലി ജൂലൈ ഓഗസ്റ്റ് മന്തിലാണ്. പിന്നെ വിനായക ചതുർത്ഥിയും നന്നായി ഇവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഇയറിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. ഇവിടെ കാനഡയിൽ ഒരുപാട് ആരാധനാ സ്ഥലങ്ങളുണ്ട്. അമ്പലം ആയിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, എല്ലാം ഉണ്ട് ഒരുപാട്. നമ്മുടെ നാട്ടിലെ ആ ഒരു വൈബ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നാടിൻ്റെ വൈബ് നാട്ടിൽ തന്നെയല്ലേ ഉള്ളൂ. എന്നാലും നമുക്ക് വിഷുവും ഓണവും ഈസ്റ്ററും ക്രിസ്മസും പെരുന്നാളും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാനും നമ്മുടെ റിലീജിയസ് ബിലീഫ് കണ്ടിന്യൂ ചെയ്യാനും മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടാനും ഇങ്ങനെയുള്ള വർഷിപ്പ് സെൻറ്റേഴ്സ് ഡെഫിനറ്റ്ലി നല്ലതാണ്. എസ്പെഷ്യലി നമ്മളുടെ ഒരു ഇന്ത്യൻ വൈബ് കൂടെ ആകുമ്പം ഉറപ്പായിട്ടും നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അല്ലേ. അമ്പലത്തിൻ്റെ പെർമിറ്റഡ് ആയിട്ടുള്ള ഇൻസൈഡ് വ്യൂസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് അമ്പലത്തിൻ്റെ താഴെയുള്ള ഇവിടെയാണ് ഊട്ടുപുരം. ആൻഡ് ഓൾസോ ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷൂസും ജാക്കറ്റും ഒക്കെ പ്ലേസ് ചെയ്യുന്ന സ്ഥലം. പിന്നെ നമ്മൾ സേവോണിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയ ഫ്രൂട്ട്സ് എല്ലാം ഒരു ട്രെയിലാക്കി അറേഞ്ച് ചെയ്ത് നമ്മൾ മേലെ ഗണപതിയുടെ കോവിലേക്ക് പോവാണ്. ഇത് ഈ പടി കയറി ചെല്ലുന്നിടത്താണ് ഗണപതി കോവിൽ. ഈ സ്റ്റെപ്സ് വരെ ഉള്ളൂ നമുക്ക് വീഡിയോഗ്രാഫി പെർമിഷൻ. അപ്പം ഞാൻ കോവിലിനടുത്ത് പോയി കുറച്ച് പോസിറ്റിവിറ്റി നേടിയിട്ട് വരാം. അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇതാണ് അമ്പലത്തിൻ്റെ ആ പടിയെന്ന് ഞാൻ പറഞ്ഞ. ഇതിനുള്ളിലേക്കാണ് നമ്മൾ ടെമ്പിൾ എൻട്രൻസ്. ഇത് പുറത്തേക്കുള്ള ഡോറ്. അങ്ങനെ കുറേ പ്രാർത്ഥിച്ചു, കുറച്ച് മെഡിറ്റേറ്റ് ചെയ്തു. മൈൻഡ് നല്ലൊരു ലൈറ്റ് ഫീലിങ്. പലപ്പോഴും നമ്മളെല്ലാവരും ഈ ലൈഫിൻ്റെ പുറകെ ഇങ്ങനെ ഡെയിലി ഓട്ടത്തിനിടയ്ക്ക് നമ്മളൊരു സെൽഫ് ലവ്, സെൽഫ് കെയർ എപ്പോഴും മറന്നു പോകാറുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയം നമ്മൾക്കായി കണ്ടെത്തണം. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോകാൻ, അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു ഭക്ഷണം വാങ്ങി കഴിക്കാൻ. ഇപ്പോൾ റിലീജിയസ് സ്ഥലങ്ങളൊന്നുമില്ല. ഒരു നല്ല സൺസെറ്റ് കാണാൻ, ഒരു നല്ല സൺറൈസ് കാണാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒരുപാട് റിലാക്സ്ഡ് ആവും. ഇത് ഇവിടുത്തെ അമ്പലത്തിൽ നേദ്യമാണ്. ഇന്ന് കേർഡ് റൈസ് ആയിരുന്നു. ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ടോ, ഇതൊരു ചെയർ ലിഫ്റ്റാണ്. സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റാത്തവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണിത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ എവിടുന്നാന്നറിയത്തില്ല, എല്ലാം അങ്ങോട്ട് പച്ചപ്പാവും. വിൻ്ററിൽ ഇവരെല്ലാം അങ്ങോട്ട് ഇലയൊക്കെ കൊഴിച്ച് ബ്രൗൺ ആക്കി നിൽക്കും. പിന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിൽ പോലും സമ്മറിൽ നമുക്കൊരു ഫ്യൂ മന്ത്സേ സമ്മർ കിട്ടത്തുള്ളെങ്കിൽ പോലും ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ പ്ലാന്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചില പ്ലാന്റ്സ് ഒക്കെ പെരനിയൽ പ്ലാന്റ്സ് ആണ്. അത് എല്ലാ വിൻ്ററിലും തന്നെ റീഗ്രോ ചെയ്ത് വന്നോളും. നമ്മുടെ റോസാ പ്ലാന്റും ഹൈഡ്രേഞ്ചിയും ഒക്കെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അമ്പലത്തിൻ്റെ ഉത്സവം വരുവാണ്. അപ്പോൾ അവർ കുറച്ച് മെയിൻ്റനൻസ് വർക്കിലൊക്കെയാണ് സൈഡിൽ. അങ്ങനെ അമ്പലത്തിന് മുമ്പിൽ നിന്ന് കുറച്ച് സെൽഫി വീഡിയോസൊക്കെ ഫിൽറ്ററൊക്കെ ഇട്ടെടുത്ത്
ഞാൻ തിരിച്ചിറങ്ങി അമ്പലത്തിൽ നിന്ന്. ഇത് അമ്പലത്തിൻ്റെ ഔട്ട് സൈഡ് നടപ്പാത. ഇവിടെയാണ് ശരിക്കും മെയിൻ ഉത്സവത്തിന് നമ്മൾ സമ്മറിലായതുകൊണ്ട് ഭഗവാനെ എഴുന്നള്ളിച്ച് ഔട്ട് സൈഡ് കൊണ്ടുവരും. ഇതുവഴിയാണ് പ്രദർശനം നടക്കുന്നത്. വിൻ്ററിലും പല പല സെലിബ്രേഷനിൽ ഇവർ പ്രദർശനം നടത്തുമ്പോൾ ഇൻസൈഡ് ടെമ്പിളാണ് ചെയ്യുന്നത്. ഇവിടെ കാനഡയിലെ ഓൾമോസ്റ്റ് എല്ലാ വർഷിപ്പ് സെൻറ്റേഴ്സും വോളണ്ടിയറിംഗ് ബേസിലാണ് നടന്നു പോകുന്നത്. നമ്മളിങ്ങനെ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷന് ചെയ്യുന്ന വോളണ്ടിയറിംഗ് വർക്ക്സ് ഒക്കെ നമുക്ക് നമ്മുടെ റെസ്യൂമേയിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അതൊരു ജോബ് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് റെസ്യൂമേലൊക്കെ ഒരുപാട് വെയിറ്റേജ് തരുന്നതും കൂടെയാണ് വോളണ്ടിയറിംഗ് വർക്ക്സ്. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് എനർജിയായി ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പഞ്ചാബി ഹൗസ് സിനിമയിൽ പറയുന്ന പോലെ ഇന്നത്തെ ചപ്പാത്തിക്ക് നല്ല മയമുണ്ട്. അതുപോലാണ് ഇവിടുത്തെ വെതർ. ഇന്ന് വെതർ 14 ഡിഗ്രി. കുറച്ച് സണ്ണി ആയതുകൊണ്ട് തന്നെ അധികം തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും എഡിറ്റിങ്ങിനും വീഡിയോ എടുത്തതിനും എല്ലാം. ഇനി വരും വീഡിയോയിൽ അതൊക്കെ മാറ്റിവെച്ച് പൂർവാധികം ശക്തിയായി ഞാൻ തിരിച്ചു വരും. എല്ലാവരും ഈ കോന്നി ഗേളിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി, പീസ് ഔട്ട്.